എൻ്റെ 4 മണി ചായയുടെ സമയത്തുള്ള ഒരു റുട്ടീൻ വർക്കാണ് ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ സാധാരണയായി വട്ടയപ്പം ഉണ്ടാക്കുന്ന മെത്തേഡും കുറച്ച് ഹോം മാനേജ്മെൻറ്റ് ടിപ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ സാന്റി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി ഉണങ്ങാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് യഥാസ്ഥാനത്ത് വയ്ക്കുകയാണ്. ഇതെല്ലാം ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് കഴുകി ഉണങ്ങാൻ വെച്ച പാത്രങ്ങളാണ്. ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായയ്ക്ക് വട്ടയപ്പത്തിനുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിക്കാം. ഒരു ഗ്ലാസ്സിന് ഏകദേശം അടുത്ത് അരി ഞാൻ വെള്ളത്തിലിട്ടിരുന്നു. തലേ ദിവസം അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ച് വെക്കണേ. എന്നാലാണ് നമുക്ക് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ നോക്കണം. എനിക്കെപ്പോഴും ഈ അബദ്ധം പറ്റാറുണ്ട്. മിക്സിയിലേക്ക് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇതിൻ്റെ കൂടെ കപ്പ് കാച്ചി ചേർക്കാറുണ്ട്. കപ്പ് കാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട്, നമ്മൾ ഈ അരച്ച അരിപ്പൊടി തന്നെ വെള്ളത്തിൽ കലക്കിയിട്ട് അത് കുറുക്കിയെടുക്കണം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചോറാണ് ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ചേർക്കുന്നത്. ചോറ് ചേർത്ത് അപ്പം ഉണ്ടാക്കിയാൽ നല്ല ഭയത്തിൽ വരാറുണ്ട് കേട്ടോ. കപ്പ് കാച്ചിലൊന്നും നിർബന്ധമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് അരച്ച് വയ്ക്കുക. മധുരത്തിന് ഞാൻ ഈ കൂടെ ശർക്കരയാണ് കേട്ടോ ചേർത്തത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ശർക്കര പാനിയാക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്താണ് കേട്ടോ ഇതെല്ലാം ചെയ്ത് വെച്ചത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പം അടുപ്പത്തേക്ക് വയ്ക്കാം. പാത്രത്തിലൊന്ന് നെയ്യ് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ എന്തായാലും തൂത്ത് കൊടുത്താൽ മതി കേട്ടോ, അടി പിടിക്കാതിരിക്കാനാണ്. ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് നല്ല പൊങ്ങിപ്പോരും. അപ്പം അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കതിൽ കാഷ്യൂനട്ടോ കിസ്മിസോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് വെക്കുന്ന ആ സമയത്ത് ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് താന്നു പോകും. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് വേവ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇതിടാനായിട്ട്. നമ്മുടെ കയ്യിൽ എന്ത് ഡ്രൈ ഫ്രൂട്ട്സാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഞാനത് സിമ്മിലിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ സമയം നോക്കി 15 മിനിറ്റാണ് വയ്ക്കുന്നത്. നന്നായി സ്റ്റീം വന്നതിന് ശേഷം സിമ്മിന് 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിത് വെന്തിട്ടുണ്ടാകും. അപ്പം വേവുന്ന സമയത്തേക്ക് മറ്റുള്ള ജോലികൾ നോക്കാം. ഞാൻ എൻ്റെ ജോലികൾ രാവിലെയും വൈകുന്നേരമായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്യുന്നത്. രാവിലെ തന്നെ എല്ലാം കൂടി ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡാകും. കാരണം ജോലിക്കാരും വീട്ടിൻ്റെ ഫുള്ള് ജോലി ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഡീപ്പ് ക്ലീനിങ്ങും നോർമൽ ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടെ തന്നെ ചെയ്യുന്നത് കാരണം ആവശ്യത്തിന് ജോലികളുണ്ട്. തുണി മടക്കുമ്പോൾ തന്നെ അയൺ ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രസ്സ് അതിൽ നിന്ന് എടുത്ത് അയൺ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ ഡ്രസ്സുകളെല്ലാം ഈസി ആയിട്ട് അയൺ ചെയ്യാവുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ചേട്ടൻ്റെ ഷർട്ട്സൊക്കെ ചേട്ടൻ പുറത്ത് കൊടുത്താണ് അയൺ ചെയ്യിക്കുന്നത്. ഒരു 4 സെറ്റ് ചുരിദാർ അയൺ ചെയ്തു. ഇത്രയൊന്നും ചെയ്യുന്നുള്ളൂ. ഇത് കൂടുതൽ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ജോലികൾ നടക്കില്ല. അപ്പോഴത്തേക്ക് ആദ്യത്തെ അപ്പം വെന്തിട്ടുണ്ട്.
അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ചെടി നനയ്ക്കാനായിട്ട് പോവുകയാണ്. നല്ല ചൂടുകാലം ആയതുകൊണ്ട് ഒന്നരയിടം ഞാൻ ചെടി നനച്ചു കൊടുക്കാറുണ്ട്. ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന കൂടെ തന്നെ ഇലകളൊന്ന് കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതോടുകൂടി തന്നെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ അപ്പം തന്നെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും. ഞാൻ ചെടികൾക്ക് നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണിത്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇലകളൊക്കെ കഴുകി കൊടുക്കും. ഞാൻ ചെടി നനയ്ക്കുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് അതിൻ്റെ പഴുത്തതും ഉണങ്ങിയതുമായ ഇലകൾ അപ്പം തന്നെ മാറ്റി കൊടുക്കും. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ ബാൽക്കണി ഗാർഡൻ. മെയിൻ റോഡ് സൈഡായതുകൊണ്ട് നല്ല സൗണ്ടാണ് എപ്പോഴും. അപ്പുറത്തെ ബാൽക്കണിയിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. രാവിലെ തുണി നനച്ചിട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അത് മടക്കി വയ്ക്കണം. ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്ത് തീർന്നില്ല എന്നുള്ളൊരു തോന്നലാണ്. തുണികളെല്ലാം മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി ചായ ഇടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ആ സമയം കൊണ്ട് അപ്പം എല്ലാം റെഡിയായി. ഈ ചായ കുടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ കാര്യം സ്വസ്ഥം. ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി കിച്ചണിൽ പെട്ടെന്നൊരു ക്ലീനിങ് ചെയ്യാം. നമ്മുടെ ഓരോ യൂസ് അല്ലെങ്കിൽ ഓരോ മീല് കഴിയുമ്പോഴത്തേക്കും കിച്ചൺ ഒരു 5 മിനിറ്റ് എടുത്ത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. അതിന് മുമ്പ് രാവിലെ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിയുമ്പോഴത്തേക്കും എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചിട്ട് കിച്ചൺ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അതിനുശേഷം ഓരോ മീൽ അല്ലെങ്കിൽ ഓരോ യൂസ് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് കൊണ്ട് ഒന്ന് ഫാസ്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.